ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ എൻ്റെ ടെക്സ്റ്റൈൽ ജേർണിയെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി എനിക്ക് മെറ്റീരിയൽസ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. ഫാബ്രിക്കുകൾ എന്ന് പറയുന്നത് എൻ്റെ ജീവനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡിസൈനിങ്ങിൻ്റെ അന്നേ ഒരു മനസ്സിലൊരു ഇഷ്ടമുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ മെറ്റീരിയലുകളെ സ്നേഹിച്ച ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഗേൾ എന്ന് തന്നെ പറയാവുന്ന പോലെ ഞാൻ മെറ്റീരിയലുകളെയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് 1991 എനിക്ക് എൻ്റെ കല്യാണം നടക്കുന്നത്. പടിക്കപ്പറമ്പിൽ എന്ന ഫാമിലിയിലേക്ക്. ഞങ്ങൾ പടിക്കൻ സിൽക്സ് എന്നുള്ള പേരിലാണ് കടകൾ. സിൽക്സ് ഉണ്ട്, ദെൻ അവർക്ക് മെഡിക്കൽസ് ഉണ്ട്, പ്രൊവിഷൻ സ്റ്റോഴ്സ്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ്സുകളുള്ളൊരു വീട്ടിലേക്ക്, ഒരു ബിസിനസ് ഫാമിലിയിലേക്ക് എന്നെ കല്യാണം കഴിച്ചു വരുന്നത്. അങ്ങനെ ഞാൻ 1991 കല്യാണം കഴിച്ചു വരുന്നു. 92-93 പ്രഗ്നൻസി ടൈം, കുട്ടികളെ വളർത്തുന്നു. 1996 അങ്ങനെ ഞാൻ ഫുൾ ഫ്ലെഡ്ജിൽ ബിസിനസ്സിലേക്ക് കയറുന്നത്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട്, കുട്ടികൾ ഇത്തിരി വളർന്നത് കൊണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പർച്ചേസിന് പോയി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നും മോഹൻചാനും അത് ഭയങ്കര സന്തോഷമായി. പർച്ചേസ് ഈസിയായി, നമുക്ക് അഭിപ്രായം പറയാൻ ഒരാളുണ്ട്, ഞങ്ങൾ ഒരുമിച്ചുള്ള ട്രാവലിങ് ഭയങ്കര ഞാൻ പറയുന്ന നമ്മുടെ ലൈഫിലെ തന്നെ വേറൊരു രസകരമായ ദിവസങ്ങളായിരുന്നു അതൊക്കെ. ഞാൻ പഠിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പ്രൊഫഷനായിട്ട് എനിക്ക് ദൈവമായിട്ട് കൊണ്ട് തന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അങ്ങനെ കൂത്താട്ടുകുളത്തുള്ള ഞങ്ങളുടെ പടിക്കൻ സിൽക്സിലേക്ക് വേണ്ടി ഞാൻ പർച്ചേസ് ചെയ്തെങ്കിലും എൻ്റെ മനസ്സ് എപ്പോഴും കുറച്ചും കൂടി ഹൈ എൻഡ് ഫാബ്രിക്കുകളെക്കുറിച്ചും ഹൈ എൻഡ് ഡിസൈൻസിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ ഈ മിലനിൽ എത്തി നിൽക്കുന്നത്. അങ്ങനെ 1996 മുതൽ 2010 വരെ ഞാൻ ഞങ്ങളുടെ കൂത്താട്ടുകുളത്തുള്ള പടിക്കൻ സിൽക്സ്, പിറവാണ് എൻ്റെ സ്ഥലമെങ്കിലും ഞങ്ങൾ കൂത്താട്ടുകുളത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങി. അവിടെ പടിക്കൻ സിൽക്സ് എന്നുള്ള പേരിൽ ഞങ്ങളുടെ സ്റ്റോർ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന സ്റ്റോറാണ്, ഫാമിലി ഷോപ്പാണ്. അപ്പോൾ അവിടെ ഉള്ള എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് കിട്ടിയ നല്ലൊരു എക്സ്പീരിയൻസാണ്. അത് എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സിനെയും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അതായത് ഏറ്റവും ചെറിയ കർച്ചീഫ് മുതൽ ഏറ്റവും ഹൈ എൻഡ് സാരി വരെ എടുക്കാൻ വരുന്നവരെ നമുക്ക് ഡീൽ ചെയ്യാനും നമ്മൾക്ക് അതിന് വേണ്ടിയുള്ള പർച്ചേസിന് പോകാനും അതിനുള്ള എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ എറണാകുളത്തേക്ക് വരുമ്പം 2010 ഞങ്ങൾ മിലൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പം ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ഫാബ്രിക്കിലായിരുന്നു. മെറ്റീരിയലുകളുടെ അവൈലബിലിറ്റി എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇല്ല എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ മെറ്റീരിയലുകൾ തന്നെ തുടങ്ങാൻ തീരുമാനിച്ചത്. ഞങ്ങളുടെ ഒരു മിലൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഡിസൈനിങ് ആയിരുന്നു. ഡിസൈനിങ് എന്ന് പറയുമ്പം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോർ കസ്റ്റമേഴ്സിന് തുറന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കോൺസെപ്റ്റ്. അതൊരു ടോട്ടലി ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആയിരുന്നു. അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അത് ബോംബെയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾക്ക് മെറ്റീരിയൽ എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിന് ബോട്ടം എടുക്കാം, ടോപ്പ് എടുക്കാം, ദുപ്പട്ട എടുക്കാം, എന്നിട്ട് അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക, അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്റ്റോർ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ഞാൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫാബ്രിക്കിലേക്ക് ആദ്യം തന്നെ സ്റ്റെപ്പ് ഇൻ ചെയ്തത്. ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ്സ് എന്താണ്, ടൈപ്പ് ഓഫ് ഡൈയിങ് എന്താണ്, പിന്നെ എംബ്രോയ്ഡറികൾ ഏതൊക്കെ തരത്തിലുള്ള എംബ്രോയ്ഡറികൾ മെഷീനിലുണ്ട്, ഹാൻഡിലുണ്ട്, ആരി വർക്ക്, പല ടൈപ്പ് ഓഫ് ഡിസൈൻ എംബ്രോയ്ഡറികൾ. ദെൻ ജക്കാർഡ് വീവിങ്ങിനെ കുറിച്ച് പഠിച്ചു. ഞാൻ ഓരോ പ്രാവശ്യത്തെ എൻ്റെ ട്രാവൽ, അന്നൊക്കെ എനിക്ക് തോന്നുന്നത് എവരി 2 വീക്സിൽ ഒരു പ്രാവശ്യം ട്രാവലിങ്, ഒരു മാസത്തിൽ ഒരു 10 ദിവസം ട്രാവലിങ്. ആ സമയത്തൊക്കെ ഹാൻഡ്ലൂം വീവിങ് ആയിരുന്നു എല്ലാവർക്കും പരിചിതം. പക്ഷേ പവർ ലൂമിലേക്ക് മാറുന്ന ഒരു ട്രാൻസിഷൻ ടൈമായിരുന്നു അന്നേരം. ആക്ച്വലി പവർ ലൂമിൽ പ്യുവറിൽ മാത്രം പ്രോഡക്റ്റുകൾ വന്നിരുന്ന സമയത്ത് അതായത് പവർ ലൂമിൽ വിസ്കസ് വെച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ വന്ന സമയമായിരുന്നത്. ആ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്, ഈ ഫാബ്രിക് സെക്ഷനിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ അതിലെനിക്ക് മനസ്സിലായത് ഡൈയിങ്ങും അതും പ്രിൻറ്റിങ്ങും ഒക്കെ, ഡിജിറ്റൽ പ്രിൻറ്റിങ് സ്റ്റാർട്ടായി. അപ്പോൾ അതൊക്കെ ഈ പല ടൈപ്പ് ഫാബ്രിക്കുകളിൽ, അത് ഇപ്പം ബോംബെയിലുള്ളവരോ അല്ല സൂറത്തിലുള്ളവരോ ഡൽഹിയിലുള്ളവരോ അവരുടെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് മെറ്റീരിയലുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായത് നമുക്ക് കേരളത്തിലുള്ളവർക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ചെയ്യാൻ, അല്ലാതെ അവർ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് കസ്റ്റമറുടെ മേലെ അടിച്ചേൽപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി കളേഴ്സ്, നമ്മുടെ കളർ ഒരു പേസ്റ്റൽ കളേഴ്സ്, ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ നന്നായിട്ട് പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാൻ പറ്റും. അതിൽ തന്നെ കുറച്ചുകൂടെ ഇംഗ്ലീഷ് കളേഴ്സ്, അതായത് ഇംഗ്ലീഷ് കളേഴ്സിലേക്ക് ഫാബ്രിക്കിനെ ഡൈ ചെയ്ത് അതിലേക്ക് ആ ഇംഗ്ലീഷ് കളേഴ്സിൽ ചേരുന്ന
കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതും സെമി കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതും ത്രെഡുകൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ഫ്ലോറൽ ഡിസൈൻസ് ആണെങ്കിൽ ഫ്ലവർ തന്നെ യൂറോപ്യൻ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് കളേഴ്സിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലവർ ഇട്ടാൽ അതും മാച്ച് ആവില്ല. അപ്പോൾ യൂറോപ്യൻ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻസ് കൊടുത്ത് അത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ വർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് അതുപോലെ ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോൾ എണ്ണിയെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ ചെയ്താണ് ഈ പ്രോഡക്റ്റ്, ഈ ഫാബ്രിക് മെറ്റീരിയൽസ് കേരളത്തിൽ ഇത്രയധികം അവൈലബിൾ ആക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% ഷുവർ നമ്മളെടുക്കുന്ന ഓരോ പ്രോഡക്റ്റും, അതായത് മിലനിലേക്ക് ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ് എടുത്താൽ അത് ആ ഫാബ്രിക് കൊണ്ട് അല്ലെങ്കിൽ ആ ഡിസൈൻ കൊണ്ട് നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതൽ വിൽക്കുന്നതെന്ന് എനിക്ക് ആ ഫാബ്രിക് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. അത് നോക്കും, ഞാൻ ഫിഗർ ഔട്ട് ചെയ്യും. ഇതുകൊണ്ട് സൽവാർ ചെയ്യാൻ പറ്റുമോ, ഇതുകൊണ്ട് ലെഹങ്കയാണോ ചെയ്യാൻ പറ്റുമോ, ഇതുകൊണ്ട് എന്തായിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പം നോക്കി എനിക്കതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ ഞാനത് പർച്ചേസ് ചെയ്യും, അതിൻ്റെ കളേഴ്സ് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫാബ്രിക് സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വന്നത്. സോ എൻ്റെ USP എന്ന് പറയുന്നത് ഫാബ്രിക് തന്നെയായിരുന്നു, മെറ്റീരിയൽസ് തന്നെയായിരുന്നു എൻ്റെ USP. അതിൽ നിന്നാണ് പിന്നെ ഞാൻ ഫാബ്രിക്കിലൊരു സ്റ്റേബിളായി നമുക്ക് എല്ലാ തരത്തിലുള്ള ഫാബ്രിക്കുകൾ അവൈലബിൾ ആക്കാൻ പറ്റും, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വീവ് ചെയ്തെടുക്കാൻ പറ്റും, ജഗാർഡ് മെഷീനിലുള്ള മെറ്റീരിയൽസ് വീവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. അതനുസരിച്ച് നമ്മളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും കോൺസെപ്റ്റുകളും ഒക്കെ അങ്ങനെ കേരളത്തിൽ അവൈലബിൾ ആക്കി. അപ്പോഴാണ് നമ്മൾ ബൊട്ടീക്കുകൾ സ്റ്റാർട്ടായത്. ബൊട്ടീക്കുകൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും മെറ്റീരിയൽ അവൈലബിൾ ആണെങ്കിലേ പറ്റുള്ളൂ കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്നൊക്കെ 2-3 എറണാകുളത്തുള്ള 2-3 ബൊട്ടീക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2010 കാര്യം ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററിൽ ഒരു ബൊട്ടീക്ക് വെച്ചുണ്ട്. അതുപോലെ ബൊട്ടീക്കുകളുണ്ടായി, മെറ്റീരിയൽ സ്റ്റോറുകളുണ്ടായി. പലർക്കും നമ്മുടെ ഇൻഡസ്ട്രി, ഫാഷൻ ഇൻഡസ്ട്രിയിൽ ശരിക്കും വളരെ വമ്പിച്ച ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് കേരളത്തിലുണ്ടായത്. ഈവൻ കൊച്ചിയിൽ മാത്രമല്ല, ഇപ്പം ചെറിയ വില്ലേജുകളിൽ പോലും ബൊട്ടീക്കുകളും ഡിസൈനിങ്ങുകളും തുടങ്ങി. വളരെയധികം വുമൺ ഓൺട്രപ്രനേഴ്സ് ഉണ്ടായ ഒരു കാലഘട്ടമാണ് 2014. ഒരു 10-11 തുടങ്ങി 2014 മുതൽ ഇന്ന് ഈ ദിവസം വരെ ബൊട്ടീക്കിന് കൊടുത്തിരുന്ന ഫാബ്രിക്കുകളും അതിൻ്റെ ഒരു ഹോൾസെയിൽ റേറ്റിൽ ഇപ്പോഴും നമ്മളത് ചെയ്യുന്നുണ്ട്, കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. എനിക്ക് ഷോർട്ടാണ് അന്ന് മുതൽ നമ്മളോട് ഇന്നും വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ മിലൻ അതിനൊരു നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലുള്ള ലേഡീസിന് പലരും വിമൺ എൻ്റർപ്രനേഴ്സാണ് സ്വന്തമായിട്ട് സമ്പാദിച്ച് അല്ലെങ്കിൽ അവരുടേതായ മേഖലയിൽ വളരെയധികം, അതായത് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട് വളരെയധികം വിജയിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത്. സോ അതുകൊണ്ട് തന്നെ മിലൻ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാബ്രിക് സെക്ഷനിൽ എന്നും പുതിയത് കൊണ്ടുവരാനും ന്യൂ കോൺസെപ്റ്റുകൾ അവതരിപ്പിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ പ്രാവശ്യത്തെ ഓണം തന്നെ നമ്മളുടെ ടിഷ്യൂസിലുള്ള ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും പാറ്റേൺസുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഓണം സമയമായതുകൊണ്ട് തന്നെ ഷോപ്പിൽ എപ്പോഴും ഓണത്തിൻ്റെ കളക്ഷൻ്റെ ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ ഡിസൈനേഴ്സ് വരുമ്പോൾ അവർക്ക് ബൊട്ടീക്ക് കോർണേഴ്സ് വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഫാബ്രിക്കുകൾ അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, പുതിയ ഡിസൈൻ ആയിരിക്കണം. അവർക്ക് ഡിസൈൻ ചെയ്യുന്നത് വേറൊരു ബൊട്ടീക്കിൽ ഡിസൈൻ ചെയ്ത് അത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയ കാണാൻ പാടില്ല. ഒരാളുടെ തന്നെ സെയിം പാറ്റേൺ മേ ബി ദേ ക്യാൻ ടേക്ക്, ബട്ട് സെയിം ഡിസൈനോ കളറോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലും ബൊട്ടീക്കിന് ചെയ്യുമ്പോൾ എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കും. ഒരു ഡിസൈൻ ഒരു ബൊട്ടീക്ക് എടുക്കുവാണെങ്കിൽ അവർക്ക് മാത്രമായിട്ടത് നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട്. അവർക്ക് അതേ കോൺസെപ്റ്റിൽ വേറെ ആൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ ഡിസൈൻ ചേഞ്ച് ചെയ്ത് പുതിയതുണ്ടാക്കി കൊടുക്കും. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫാബ്രിക് സെക്ഷൻ്റെ കഥ. ഫാബ്രിക് സെക്ഷനിൽ ആക്ച്വലി ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവർക്കും പണ്ട് കണ്ട ഫാബ്രിക്കുകൾ സ്ഥിരം കാണണമെന്ന് ആഗ്രഹമുള്ളത് കുറച്ച് പേരുണ്ട്. അവർ പറയും ഇപ്പോൾ സെലക്ഷൻ കുറവാണല്ലോ എന്ന്. നമ്മൾ ഫാഷൻ എന്ന് പറയുന്നത് ഡെയിലി ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡെയിലി മെറ്റീരിയൽസ് മാറണം, കളർ പാലറ്റ്സ് മാറണം, ഡിസൈൻസ് മാറണം, അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന സിൽവറ്റ്സിൻ്റെ പാറ്റേൺസ് മാറണം. ഇതിനൊക്കെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കടയിൽ അവൈലബിൾ ആക്കണം. സോ ഞാൻ
ഡേ ആൻഡ് നൈറ്റ് എപ്പോഴും എൻ്റെ ഡ്രീമിലുള്ളത് തുണികളെക്കുറിച്ച് മാത്രമാണുള്ള സ്വപ്നമാണ്. അതായത് മെറ്റീരിയലുകളെക്കുറിച്ചുള്ള സ്വപ്നം. സാരി, കാഞ്ചീപുരം സാരി അല്ലെ ബ്രൈഡൽ സാരി, ഡിസൈനർ സാരി, അതൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. ഫാബ്രിക്കിനെ കുറിച്ച് നല്ല ഡെപ്ത് ഉണ്ട്, നോളജ് ഉണ്ടെങ്കിൽ സാരി കളക്ഷനും ഡിസൈനർ സാരീസിൻ്റെ കളക്ഷനും ഒക്കെ റെഡിയാക്കാനായിട്ട് വളരെ ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് തന്നെ ഇന്ന് മിലനിൽ ഞാൻ ഇത്രയും വർഷം 16 വർഷം 2010 ഓൺവേർഡ്സ് 26 ആയി 16 വർഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാ കാര്യത്തിലും, മെറ്റീരിയലിൻ്റെ കാര്യത്തിലാവട്ടെ, സാരിയുടെ കാര്യത്തിലാവട്ടെ, റെഡിമെയ്ഡ്സിൻ്റെ കാര്യത്തിലാവട്ടെ, അതിൻ്റെ 100% എനിക്ക് ഷുവർ ഷോട്ടാണ്. ഫാഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നമ്പർ 1 തന്നെയാണ്. നമ്മളെ തന്നെ പറയുന്നതല്ല, പക്ഷേ ഐ നോ, ബിക്കോസ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ കേട്ടും അല്ലാതെയും എനിക്കറിയാം നമ്മൾ കൊടുക്കുന്നത് വെരി ക്ലിയർലി ദ പ്യുവർ തിങ്സ് ആൻഡ് വെരി ഡിഫറെൻറ്റ് ഫാബ്രിക്സ്, വെരി ഡിഫറെൻറ്റ് ഡിസൈൻസ്. അതുകൊണ്ട് തന്നെ മിലൻ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ ഞാനും കമ്മിറ്റഡാണ്. 100% ഞാനും 24/7 ഞാൻ കമ്മിറ്റഡാണ്. ഇത് എവിടെയെങ്കിലും കണ്ട് പരിചയമുള്ളതാണോ? ഒരു ബനാന ലീഫ് ആൻഡ് ട്രീ, നമ്മൾ അതിൻ്റെ പ്രിൻറ്റിങ് ചെയ്ത് ഇത് ആദ്യത്തെ ഫസ്റ്റ് താൻ തന്നെ തീർന്നു. ഇതിപ്പോൾ തന്നെ നെക്സ്റ്റ് ഈ വീക്കിൽ തന്നെ ബാക്കി വരും. ഇതിൻ്റെ ദുപ്പട്ടകളുണ്ട്, മെറ്റീരിയലുകളുണ്ട്. ആക്ച്വലി ജക്കാർഡ് മെഷീനിൽ വീവ് ചെയ്തെടുത്ത പീസസാണ്. നമുക്ക് നല്ല സിൽക്ക് ഫീലാണ്, ചന്ദേരി സിൽക്കാണ്. അതിൽ ബോർഡർ റെഡ് കളർ പൈപ്പിംഗ് ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്റ്റാഫും ഇവിടെ നോക്കിക്കുക, എല്ലാവരും ഇതിനെക്കുറിച്ച് വളരെ നോളജബിളാണ്. ഇവരൊക്കെ തന്നെ ഓപ്പണിംഗ് സ്റ്റാഫാണ് എല്ലാവരും. അപ്പോൾ അതായത് നമ്മുടെ 2010 സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ മുതൽ ഞങ്ങളോടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഫാബ്രിക്കിനെ കുറിച്ച് ചോദിച്ചാലും അറിവുള്ളവരാണ് ഇവിടുത്തെ 90% സ്റ്റാഫ് ഫാബ്രിക് സെക്ഷനിൽ. മെറ്റീരിയൽ ചോദിക്കുമ്പം ടെസറെന്ന് ചോദിച്ചാൽ നല്ല ടെസർ ഏതാണെന്ന് കാണിച്ചു കൊടുക്കാനും, അല്ലെങ്കിൽ ചന്തേരി എന്ന് ചോദിച്ചാൽ ചന്തേരി ഏതാണെന്ന് കാണിച്ചു കൊടുക്കാനും അറിവുള്ള നോളജബിളായിട്ടുള്ള സ്റ്റാഫ് ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമറിന് ആ സർവീസ് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പുതിയ ഫാബ്രിക് കയറുമ്പോൾ ഞാൻ ഇവർക്ക് രാവിലെ മോസ്റ്റ്ലി ഞാൻ മാനേജേഴ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും, ഇന്ന ഫാബ്രിക്കാണ്, ഇന്നതാണ് വരുന്നത്. സോ അത് സ്റ്റാഫിനെ കൂടെ പറയണം. എനിക്ക് പറ്റുമെങ്കിൽ ഞാനും ഫ്ലോറിൽ വന്ന് പറഞ്ഞു കൊടുക്കും. ഞാനില്ലെങ്കിൽ ഞാൻ ആ സ്റ്റോക്ക് കണ്ടിട്ട് പറഞ്ഞു കൊടുക്കും. അല്ലേ ജോസെ? എല്ലാം നന്നായിട്ട് അറിയാമല്ലോ അല്ലേ? സെക്ഷൻ കംപ്ലീറ്റ്ലി. ജോസൊക്കെ എപ്പോഴും എല്ലാവരോടും ജോസിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരുണ്ട്. അതുപോലെ നിമ്മി ആക്ച്വലി ടെസർ ഫാബ്രിക്കിലാണ് മെയിൻലി നിൽക്കുന്നത്. ഇപ്പം നീ ടെസറിലല്ലോ, വൈറ്റിലല്ലേ? ടെസറിൽ എനിക്കൊന്ന് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നിമ്മി. എനിക്ക് 2010 ഓപ്പണിംഗ് സ്റ്റാഫല്ലേ, 10 മുതലുള്ള ഓപ്പണിംഗ് സ്റ്റാഫാണ്. കസ്റ്റമർക്ക് ആക്ച്വലി വരുമ്പോൾ ഒരു കസ്റ്റമറെ കാണുമ്പം തന്നെ, അതല്ലേ നിങ്ങൾക്ക് എക്സ്പീരിയൻസിനുള്ള ഒരു ഗുണമാണ്. കസ്റ്റമറെ കാണുമ്പോൾ തന്നെ അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ്, അല്ലെ എന്ത് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ്, ഈവൻ നമുക്ക് ഡിസൈൻ പോലും അറിയാൻ പറ്റും അല്ലേ? എനിക്കൊക്കെ ശരിക്കും അങ്ങനെ അറിയാൻ പറ്റും എന്ന ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ് അവർ നോക്കുന്നത്, അവർക്കല്ലേ ഇഷ്ടപ്പെടുക. അപ്പോൾ അവരുടെ ഒക്കേഷൻ ചോദിക്കും, എന്ത് പരിപാടിക്കാണെന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ തന്നെ അത് അറിയാൻ പറ്റുന്ന ഒരു സ്റ്റാഫ് എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് കസ്റ്റമർക്ക് അത് സർവീസ് കിട്ടാനായിട്ട്. സോ നല്ല ബുദ്ധിയുള്ള കസ്റ്റമേഴ്സ് അങ്ങനെയുള്ള സ്റ്റാഫിനെ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അവരെ തന്നെ കിട്ടുന്നിടം വരെ അവർ വെയിറ്റ് ചെയ്യും. എന്നാലും പെട്ടെന്ന് അവർക്ക് കിട്ടുന്ന നല്ല പ്രോഡക്റ്റ് ഇവർ എവിടെന്നെങ്കിലും മുക്കിന്ന് മൂലയെന്നും അടിയെന്നും ഒക്കെ വലിച്ചിറക്കിയാണെങ്കിലും കൊണ്ടു കൊടുക്കും അല്ലേ? അതാണ് ആക്ച്വലി. ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, കുറേ അധികം നല്ല സ്റ്റാഫുകൾ, നല്ലതല്ല എല്ലാ സ്റ്റാഫും നല്ല, പക്ഷേ എക്സ്പീരിയൻസും കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും വന്നതും. പിന്നെ പലരുടെയും IQ ലെവലും ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ? അപ്പം അതനുസരിച്ചിട്ടുള്ള നമ്മൾ ക്ലാസ്സുകളും മീറ്റിങ്ങുകളും ഒക്കെ വെച്ച് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു നല്ല മെറ്റീരിയൽ കാണിച്ച്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ചിനിയ സിൽക്ക് എന്ന് പറയുന്ന സിൽക്ക് കാണിച്ചിട്ട് ഇത് ചന്തേരി സിൽക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കസ്റ്റമർക്ക് അത് നല്ലതായിട്ട് അറിയാവുന്ന 99% ഞങ്ങളുടെ മിലൻ കസ്റ്റമേഴ്സിന് ചന്തേരി ഏതാണെന്നും സിൽക്ക് ഏതാണെന്നും ചിനിയ സിൽക്ക് ഏതാണെന്നും കണ്ടാൽ മനസ്സിലാവുന്ന കസ്റ്റമറാണ്. അവരോട് പറയണം, ഇത് മാഡം പുതിയ ചന്തേരിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സോ ദാറ്റ് വോണ്ട് മാച്ച് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ നോളജബിൾ ആക്കുക എന്നുള്ളതും എൻ്റെ ഒരു ഭയങ്കര ഡ്യൂട്ടിയാണ്. സോ ഇവരെ പഠിപ്പിക്കുക എന്നുള്ളതും നമുക്ക് പുതിയ ഫാബ്രിക് കയറുമ്പം ഞങ്ങളുടെ ഒരു ജോലിയാണ്. മിലൻ അതും അങ്ങനത്തെ കാര്യങ്ങൾ പോലും മിലൻ ഓരോ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധയോടെയാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ നല്ല സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മുടെ മെറ്റീരിയൽ സെക്ഷൻ പോകുന്നത്. പ്രിൻറ്റ്സ് ആവട്ടെ, ഞങ്ങളുടെ ഡിസൈൻസ് ആവട്ടെ, മോട്ടീവ്സ് ആവട്ടെ, എല്ലാത്തിനും ഡിസൈൻ എല്ലാം ഡിഫറെൻറ്റാണ്. എല്ലാ ഷോപ്പിലും കിട്ടും. പക്ഷേ മോട്ടീവ്സ് അല്ലെങ്കിൽ പ്രിൻറ്റിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഒരു എംബ്രോയ്ഡറി ഫ്ലവറിൻ്റെ ഡിസൈൻ, ഇതിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും മിലനിൽ. ബിക്കോസ് എല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. അല്ലെങ്കിൽ എൻ്റെ കണ്ണോ എൻ്റെ കൈയോ ചെല്ലാത്ത ഒരു പ്രോഡക്റ്റ് പോലും ഈ സ്റ്റോറിലില്ല. ഈവൻ സാരിയിലാവട്ടെ, റെഡിമെയ്ഡിലാവട്ടെ, ഫാബ്രിക്കിലാവട്ടെ. അത്
കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എനിക്ക് ചെയ്യാൻ പറ്റണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സോ നിങ്ങൾ വരിക, ജസ്റ്റ് കാണുക, നമ്മുടെ പ്രോഡക്റ്റുകളുടെ വ്യത്യാസം മനസ്സിലാക്കാം. എനിക്ക് ഡിസൈനർ ഫാബ്രിക്സ് പോലെ തന്നെ എൻ്റെ മനസ്സിനോട്, എൻ്റെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഫാബ്രിക്കുകളാണ് ഇന്ത്യൻ ട്രഡീഷണൽ ഫാബ്രിക്സ്. അതായത് വീവേഴ്സ്, നല്ല ഹാൻഡ് വോവൺ ഫാബ്രിക്കുകൾ. അതിൽ അതിൻ്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഫാബ്രിക്കുകൾ വരെ തപ്പി ഞാൻ പോകാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്കിവിടെ ഫാബ്രിക്കുകൾ വിൽക്കുന്ന ഒരു ഇന്ത്യൻ എത്തനിക് ഫാബ്രിക്കാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇക്കത്തിൻ്റെ സിൽക്ക് അല്ലെങ്കിൽ പട്ടോള എന്ന് പറയാവുന്ന ഫാബ്രിക്കുകൾ, ഇതൊക്കെ നമുക്ക് വിത്ത് ജെറി, വിത്തൗട്ട് ജെറി എല്ലാം അവൈലബിളാണ്. അതുപോലെ ബനാറസിൻ്റെ പ്യുവർ മൂങ്കാസ്, പ്യുവർ സിൽക്സ് എല്ലാം തന്നെ അവൈലബിളാണ്. ബനാറസിലുള്ള ഹാൻഡ്ലൂമിൽ എന്തൊക്കെ നമുക്ക് അവൈലബിൾ ആകാൻ പറ്റും അതൊക്കെ തന്നെ മിലനിൽ ഇപ്പോൾ അവൈലബിളാണ്. ഇപ്പോഴല്ല, ഞാൻ ആദ്യം മുതൽ തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ട്രെൻഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫാബ്രിക്കുകളോട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, എന്ത് ഔട്ട്ഫിറ്റുകളിലേക്ക് നമുക്കതിനെ മാറ്റാൻ പറ്റും എന്നറിയാവുന്ന നോളജുള്ള ഒരാൾ പോയി പർച്ചേസ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഫാബ്രിക്കുകളിൽ എന്തെങ്കിലും ഡിസൈൻ വ്യത്യാസം വരുത്തണമെങ്കിൽ, അതായത് ഇപ്പോൾ സ്ട്രൈപ്പ് ആയിട്ടുള്ള ഫാബ്രിക്കാണെങ്കിൽ നമുക്ക് ചെക്സ് വേണം, അല്ല അതിൽ നമുക്ക് ബൂട്ടാസ് ആണ് വേണ്ടത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയണമെങ്കിലും ഇതിനെക്കുറിച്ചുള്ള നല്ല നോളജ് വേണം. സോ ആ നോളജോടുകൂടി പോയി പർച്ചേസ് ചെയ്യുവാണ് ഒരു ഫാബ്രിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫാബ്രിക്സിൻ്റെ ഒരു സ്റ്റോറ് സക്സസ്ഫുൾ ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ മിലൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാവാനൊരു കാരണവും അത് തന്നെയാണ്. എൻ്റെ കസ്റ്റമേഴ്സിന് ഒരു 100% വിശ്വാസമുള്ളത്, അവിടെ വന്നാൽ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളൊരു വിശ്വാസം കസ്റ്റമേഴ്സിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ നല്ല കസ്റ്റമേഴ്സിനുമുള്ള സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കും. സോ ഇതൊക്കെയാണ് മെറ്റീരിയൽ സെക്ഷനിലെ വിശേഷങ്ങൾ. ഫാബ്രിക്സിന് വേണ്ടിയുള്ള എൻ്റെ ഒരു ജേർണി നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചത്. So thank you so much for watching. See you again with another video.